സത്യത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിലെ ഈ യുദ്ധം തീർന്നതാണോ അതോ അമേരിക്ക തീർന്നതാണോ, അതായത് അമേരിക്കയുടെ ആയുധങ്ങൾ തീർന്നതാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം അമേരിക്കയുടെ ഇന്നിപ്പം ട്രഷറി സെക്രട്ടറി എന്ന് വന്നൊരു കാര്യം പറഞ്ഞു. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ അടിയടിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ഇറാനെ തീർക്കുക എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. പക്ഷേ ഇറാൻ പറഞ്ഞത് കാരണം, ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞത് കാരണമാണ് ഞങ്ങൾ ആ പ്ലാന് വേണ്ടാന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ നാളെ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ബുധനോ വ്യാഴോ ആയിട്ട് കംപ്ലീറ്റ്ലി ഹോർമോസിൻ്റെ കൺട്രോളൊക്കെ ഞങ്ങൾക്ക് കിട്ടും. ഹോർമോസ് തുറക്കും. ഇറാൻ പ്രത്യേകിച്ചും ചെയ്യുന്നില്ല. അത്തരത്തിലൊരു കരാറിലോട്ട് ഇന്ന് രാത്രി ഞങ്ങളിത് സൈൻ ചെയ്യാൻ പോവുകയാണ്. കാരണം അത്രയും വലിയ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വരുന്ന ഏറ്റവും വലിയ അടി അമേരിക്ക അടിക്കാൻ വെച്ചിരുന്നത് 4.5 മാസമായിട്ട് ഇങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു എന്നൊക്കെയാണ് ഇപ്പം അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് CNBC വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അതിൻ്റെ ക്ലിപ്പുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സൈഡിൽ വെച്ച് തരാം. And we've seen President Trump last week threatened what would have been one of the largest military campaigns, or the largest military campaign since World War II, against the Iranians. And now because of that, we are in talks with the Iranians. And I think there is a chance we may have a deal today or tomorrow to. അതേ സമയത്ത് തന്നെ അപ്പുറത്ത് മറ്റൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ്ലി തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ വന്നിട്ടുള്ള കണക്ക് US exhausted nearly its entire long range precizing missile stockpile. അതായത് കംപ്ലീറ്റ്ലി അമേരിക്ക ഇറാൻ ഉണ്ടാക്കി വെച്ച പോലെ ഒന്നും അമേരിക്ക മിസൈലുകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അമേരിക്കക്ക് ഇപ്പം പണ്ടത്തെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു യുദ്ധത്തിലോട്ട് അമേരിക്ക ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇറാൻ ഉണ്ടാക്കി വെച്ച മിസൈലുകൾ ആയിരക്കണക്കിൽ അല്ലെങ്കിൽ 10,000 മിസൈലുകളൊക്കെ ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അത്രയൊന്നും കരുതിയിട്ടില്ല. നിങ്ങളൊന്ന് വെറുതെ സിമ്പിളായി ചിന്തിച്ചാൽ മതി. ഈ യുദ്ധം അമേരിക്ക ഇറാൻ്റെ അടുത്ത് എവിടെയെങ്കിലാണ് കിടന്നതെങ്കിൽ എത്ര മിസൈലുകൾ അമേരിക്കയിൽ പോയി വീണാൽ, അമേരിക്കയുടെ ഏതൊക്കെ ഫെസിലിറ്റീസ്, അമേരിക്കയുടെ ഏതൊക്കെ ബിൽഡിങ്ങുകൾ, അമേരിക്കയുടെ ഏതൊക്കെ സ്ട്രക്ചറുകൾ തീർന്ന് കത്തിക്കരിഞ്ഞ സമയമായി പോയി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അടിയൊക്കെ കിട്ടിയത് ഈ പാവം ഈ ഗൾഫ് രാജ്യങ്ങൾക്കും പിന്നെ അടി കിട്ടിയത് ഏറ്റവും വലിയ ചെറുത്താനായിട്ടുള്ള ഇസ്രായേലിനും അല്ലേ. അതെല്ലാം കൂടെ അമേരിക്കയുടെ അടുത്ത് ഇറാൻ്റെ റേഞ്ചിൽ വല്ലതും ആയിരുന്നെങ്കിൽ അമേരിക്ക തൂഫാനായില്ലായിരുന്നു. അതായത് കിട്ടും, ഇറാൻ അടിയൊക്കെ കിട്ടും. എങ്കിലും അതേപോലെ തന്നെ അമേരിക്കയിൽ എത്ര അടി കിട്ടിയിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ അതാ പറഞ്ഞത്, അമേരിക്കയുടെ ഈ ലോങ് റേഞ്ച് മിസൈലുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി തന്നെ തീർന്നു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് തീരാനുള്ള കാരണം ഇറാൻ അങ്ങോട്ട് ഒരു 10 മിസൈൽ വിട്ടാൽ ചിലപ്പോൾ 2 എണ്ണമായിരിക്കും ബേസുകളിൽ പോയി വെക്കുന്നത്. ബാക്കി മൊത്തം അമേരിക്കയുടെ ഇൻട്രസെപ്റ്റേഴ്സ് തകർത്ത് കളയും. പക്ഷേ വെക്കുന്ന സ്ഥലം അത് പ്രോപ്പർ ഓൺ ദ സ്പോട്ടായിരിക്കും. അതേ സ്ഥാനത്ത് അമേരിക്ക വിടുന്ന മിസൈലുകൾ എങ്ങനെയാണ്, അമേരിക്ക വലിയൊരു പർവ്വതം അങ്ങനെ കാണുക, വലിയൊരു പർവ്വതം, അതിൻ്റെ അടിയിൽ മിക്കവാറും ഇറാൻ്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ താഴത്തായിരിക്കും ഇറാൻ ഈ മറ്റേ മിസൈലുകൾ ഉണ്ടാക്കണമെന്ന് വിരിച്ച് അങ്ങോട്ട് വിടുമ്പം അല്ലെങ്കിൽ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ പാറ പൊട്ടിക്കും. ഇറാൻ വേണമെങ്കിൽ പാറ പൊട്ടിച്ച് ആ പാറ എടുത്ത് വേണമെങ്കിൽ വല്ല റോഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒക്കെ ഉണ്ടാക്കുക. ആ അവസ്ഥയിലോട്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറേ കവാടങ്ങളൊക്കെ പോയി ഇത് പൊട്ടിത്തെറിക്കും. ഇറാൻ ഒരു ദിവസം കൊണ്ട് അത് മൊത്തം തള്ളി പുറത്തോട്ടാക്കും. അതായത് അമേരിക്കയുടെ ഈ പറഞ്ഞ മിസൈലുകൾക്കൊന്നും ഇറാൻ്റെ 100 അടി 200 അടി 300 അടി താഴ്ചയിലോട്ടുള്ള ഈ ബങ്കേഴ്സിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമേരിക്ക മിസൈലുകൾ ഇഷ്ടം പോലെ വിട്ടിട്ടുണ്ട്, മൊത്തം അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇറാൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സിനൊന്നും വല്ലാണ്ടൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വീണത് മൊത്തം പാറ പൊട്ടിക്കാനും കല്ല് പൊട്ടിക്കാനും റോഡ് പൊട്ടിക്കാനും മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇറാൻ വിട്ട 10 എണ്ണത്തിൽ 8 എണ്ണം മേലിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം വീണത് കറക്റ്റ് സ്പോട്ടിലായിരിക്കും. അതാണ് അമേരിക്കക്ക് പറ്റിയ വലിയൊരു പറ്റൽ. അതുതന്നെയാണ് ഇസ്രായേൽ കുറച്ചായിട്ട് മാറി നിൽക്കുന്നത്. അമേരിക്ക മാക്സിമം അടി വാങ്ങിക്കോട്ടെ, അവസാനം വേണേൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് കൂടാം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ മാറുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ അടിക്കുമ്പോൾ എന്തിനാണ് ഇസ്രായേൽ മാറിയുന്നത്? ഇസ്രായേൽ നെരുപ്പിട്ട് കിട്ടുന്ന ഇസ്രായേലിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഇതിന് കുറച്ചങ്ങ് മാറിയുന്നത്. അപ്പോൾ പിന്നെ മിസൈൽ ഇടാൻ പറ്റുന്ന എവിടെ നിന്നാണ്? ഈ പറഞ്ഞ പോസ്റ്റ് മിസൈലുകളൊക്കെ ഇടാൻ പറ്റും. നമുക്ക് എക്സിലും നമുക്ക് ട്വിറ്ററിലും നമുക്ക് ഈ പറഞ്ഞ പോലത്തെ സോഷ്യൽ മീഡിയകളൊക്കെ ഞങ്ങൾ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അമേരിക്ക എന്നും വിടാറുണ്ട്. ദിവസവും ട്രംപ് ഒരു 4-5 മിസൈൽ പോസ്റ്റ് മിസൈലുകൾ വിടാറുണ്ട്. അതൊക്കെ അവിടെ തന്നെ മറ്റേ സോഷ്യൽ മീഡിയയിൽ തന്നെ അതങ്ങനെ പൊട്ടി ചാമ്പലായി തൂറ്റിപ്പോകുന്നൊക്കെ പറയില്ല. നമ്മൾ പാട്ടൊക്കെ തൂറ്റിപ്പോയി പൊട്ടില്ല എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയിൽ അത് സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തകരാറുണ്ട്. ഇപ്പം ഇന്നലത്തോടു കൂടി യുദ്ധം തീർക്കും, ഞങ്ങളിത് പുതിയ ഇതിലോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക ഇന്ന് ട്രംപ് എന്താ പറഞ്ഞത്? ഞാൻ വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു വലിയ അറ്റാക്ക് ഞാൻ മിക്കവാറും ഈ വീക്കെൻഡിൽ നടത്തുന്നത്. അത് പറഞ്ഞതോടുകൂടി എന്തായി? വീണ്ടും ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എന്നിട്ട് കയറി വരും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യും? ഓൾറെഡി കഴിഞ്ഞ ദിവസം യുദ്ധമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും ലോ പ്രൈസിൽ നമ്മുടെ ട്രംപ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ഹൈ പ്രൈസിലോട്ട് കയറും. ട്രംപിൻ്റെ കുടുംബക്കാരും മരുവനും കൂടെ അങ്ങോട്ട് വെക്കും. ട്രംപ് വീണ്ടും പോക്കറ്റിലോട്ട് പൈസ ഇടും. അത് കഴിഞ്ഞ് വീക്കെൻഡ് വരുമ്പോൾ ഞങ്ങളിത് അടിക്കുന്നു പറഞ്ഞു. വീക്കെൻഡ് 2 ദിവസം കഴിഞ്ഞ് അടി നിർത്താനാണ് സമയത്ത് ഞങ്ങൾ അടിക്കുന്നില്ല. അങ്ങനെ അമേരിക്ക ട്രംപ് ഏതായാലും പൈസ ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വിവരം കേട്ട അറബിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറബിക് ഷെയ്ഖുമാരൊക്കെ ഇങ്ങനെ ഷെയ്ക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം തല ഇങ്ങനെ കറങ്ങി വീകാത്ത അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഷെയ്ഖുമാരൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്തായാലും ഇന്ന് കുവൈറ്റിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ദോഹയിൽ അതായത് അമേരിക്കൻ ബേസിൽ ഇവിടെ 1-2 സ്ഥലത്ത് എക്സ്പ്ലോഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഇറാൻ തന്നെ വിട്ട ഡ്രോണുകളാണ് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതായത് ഇറാൻ ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ എന്തോന്ന് കണ്ടിട്ടുണ്ട്, അവിടെ കറക്റ്റായിട്ട് ഇറാൻ അവിടെ പോയി അടിച്ചിട്ടുണ്ട്. തിരിച്ച് അമേരിക്ക ഇതുവരെ അടിച്ചിട്ടില്ല. കാരണം അമേരിക്കയുടെ കയ്യിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സാധനങ്ങളില്ല. ഇനിയിപ്പം F-35 ഒക്കെ പോട്ടെ അല്ലെങ്കിൽ 1-2 ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചാലോ
4 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ഒക്കെ ഇപ്പോൾ അവിടെ വിൽക്കുന്ന അവസ്ഥയിലോട്ട് ഇറാൻ അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഈ മിസൈൽ, അതായത് ഫൈറ്റർ ജെറ്റുകളെ വിടാൻ പറ്റുന്നില്ല. വീണ് കഴിഞ്ഞാൽ പൈലറ്റ്സ് വരെ മരിക്കില്ലേ. അത് അമേരിക്കക്കാർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇല്ലാത്ത മിസൈലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊറിയത്തെ അമേരിക്കൻ ബേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കൊറിയയിലെ അമേരിക്കൻ ബേസിൽ നിന്ന് സൗത്ത് കൊറിയയിൽ അമേരിക്കൻ ബേസിൽ നിന്ന് ഓൾമോസ്റ്റ് അമേരിക്കയുടെ US എയർക്രാഫ്റ്റ് ഡിപ്പാർട്ടഡ് ഫ്രം ഒസാൻ എയർബേസ് ഇൻ സൗത്ത് കൊറിയ ഹെഡിങ് ടു ഷെയ്ഖ് ഇസ എയർബേസ്, ബഹ്റൈനിലോട്ടാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ക്യാരി ചെയ്ത് വരുന്ന ഒരു ഷിപ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത് എന്നാണ് പറയുന്നത്. മിക്കവാറും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളോ അതല്ലെങ്കിൽ വേറെ കുറച്ച് മിസൈലുകളോ ആണ് ചാൻസ്. കാരണം ഇവിടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും മിസൈലുകളൊക്കെ തീർന്നതുകൊണ്ട് ഇനി ഇവിടുന്നൊക്കെ ആക്രി പുറക്കി കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ന്യൂസ് കൂടെ അതിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പം ഈ US-ൻ്റെ എന്താ പറയുക ട്രഷറി സെക്രട്ടറി ഇങ്ങനെ നാളത്തോടു കൂടി ഒക്കെ സെറ്റാണ്, നാളത്തോടു കൂടി ഇറാൻ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് വരും, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഹോർമോസ് ആകും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് തന്നെ 2 ഷിപ്മെൻറ്റ്സ് ഓൾറെഡി ഇറാൻ തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞത് കേട്ട് വന്നിട്ടില്ല. ഷിപ്മെൻറ്റ് 1-2 ഷിപ്മെൻറ്റ് ഓൾറെഡി ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇറാൻ മറ്റൊരു ന്യൂസ് കൂടെ പുറത്തോട്ട് വിടുന്നുണ്ട് നാളെ മുതൽ. അതായത് അക്കോർഡിംഗ് ടു അൽ അറേബ്യ ചാനൽ റിപ്പോർട്ട് പറഞ്ഞത് പ്രകാരം നാളെ മുതൽ ഇറാൻ ഒരു പുതിയ പെർസെൻറ്റേജ് ഓഫ് താരിഫ് 7% ഓഫ് താരിഫ്. ഇപ്പോൾ ഒരു കപ്പൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഇങ്ങനെ കടന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഗുഡ്സ് അതിൽ എത്ര ചരക്കുണ്ടോ ആ ചരക്കിൻ്റെ ടോട്ടൽ ഇപ്പോൾ 100 രൂപയുടെ ചരക്കാണെങ്കിൽ 7 രൂപ ഇറാന് കൊടുത്തിട്ട് നിങ്ങൾ പൊക്കോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കപ്പലിൽ എത്ര പൈസൻ്റെ ചരക്കുണ്ടാവും, അതിൻ്റെ 7% ഞങ്ങൾക്ക് അടയ്ക്കുക, താരിഫ് അടയ്ക്കുക, എന്നിട്ട് കടന്നു പൊക്കോളാൻ ഇറാൻ മുന്നോട്ട് ഒരു പുതിയ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ഇപ്പം ഔട്ടായിട്ടുള്ള റിപ്പോർട്ടിൽ എന്നുള്ളത് ചൈന, ഇറാഖ്, റഷ്യ, ഈ 3 രാജ്യങ്ങളിലോട്ടും അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലോട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കപ്പലുകളാണെങ്കിൽ അവർക്ക് 3 പേർക്കും ഈ 7% താരിഫ് തരണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ തോന്നിയ പോലെ താരിഫ് ഇട്ട് നമ്മൾ കണ്ടില്ലേ, 500, 100, 200, 300. അപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലൂടെ പോകണമെങ്കിൽ, ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്കൊരു 7% ടോട്ടൽ ഗുഡ്സിൻ്റെ എന്താ പറയുക താരിഫ് ഞങ്ങൾക്ക് അടച്ചോളാം, എന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പൊക്കോളാം. അതിൽ ചൈന വേണ്ട, റഷ്യ വേണ്ട, ഇറാഖ് വേണ്ട. കാരണം ഇറാഖുമായിട്ട് നല്ല ബന്ധത്തിലോട്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് അബ്ബാസ് അറാച്ചി അങ്ങോട്ട് പോയിട്ടും അവിടുന്ന് പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നിട്ടും അവർ തമ്മിൽ നല്ലൊരു ടേംസ് അവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂസും കൂടെ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്താണെന്നറിയില്ല. കാരണം ഇന്ത്യയുടെ ബ്രണ്ടിൻ്റെ മറ്റേ ചെകുത്താൻ്റെയും കൂടെ ആയതുകൊണ്ടും ഫാദർലാൻഡിൻ്റെ ഒക്കെ കൂടെ ആയതുകൊണ്ട് ഇന്ത്യൻ അതിന് ഒഴിവാക്കി കൊടുക്കുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. കാരണം ഇന്ത്യക്ക് വലിയൊരു അടി തന്നെ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഇന്ത്യയുടെ ഒരുപാട് ചരക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് UAE നിന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ വരുന്ന എണ്ണ, അതുപോലെ തന്നെ UAE നിന്നൊക്കെ വരുന്ന ഈ വളം, നമ്മുടെ പല വളങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നല്ല അടി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടി കിട്ടും. ഇനി ഇറാനാണ് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരാറ്, നമ്മളായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, ഈ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റുകളൊന്നും ഇന്ന് പറയാനില്ല. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വരികയാണ്, ഇപ്പം ഇന്ന് രാത്രി വേറെ രീതിയിലുള്ള വേറെ വല്ല അറ്റാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ എത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.